ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആരസ് റിമോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനി ചായ വിത്ത് ബൺ മസ്ക. അപ്പോൾ നമ്മൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ പറഞ്ഞ് നീട്ടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഇറാനി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള പാല്, വെള്ളം, പിന്നെ ഏലക്ക, പിന്നെന്തത് പട്ട, മിൽക്ക് മേഡം, പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മളൊന്നിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി ചായ. ഇനി ബൺ മസ്ക ഉണ്ടാക്കാനുള്ള ഐറ്റംസ് 2 കവർ ഓഫ് ബൺ. നിങ്ങൾക്ക് ആവശ്യമുള്ള ബൺസ് എടുക്കുക. നമ്മൾ 2 കവറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് വേണം കേട്ടോ. മിൽക്ക് മെയ്ഡ്, ദെൻ ബട്ടറും വേണം. 3 സെക്കൻഡ്. അപ്പം നമുക്ക് ഏലക്കയൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കയും പട്ടയും പൊട്ടിക്കാം. ചവിടിച്ച് നമുക്കിത് പാലില്ല. അപ്പം നമുക്കിനി അടുത്ത സ്ഥലം എത്തിക്കാം. അതിലേക്ക് നമുക്കിനി വെള്ളം തിളയ്ക്കണം, പാല് തിളയ്ക്കണം. അപ്പം നമ്മൾ ഇനി പോകുന്നത് ബൺ മസ്കയുടെ ക്രീം തയ്യാറാക്കാനാണ്. അപ്പം നമുക്ക് അതിനായിട്ട് അതൊരു ബൗൾ വേണം. നമ്മുടെ ബൗൾ എടുത്തുകൊണ്ട് സഹായിയുടെ പേര് ആരാധന വീലെന്നാണ്. ഓക്കെ, അതിന് പിന്നെ ബീറ്റർ വേണം, ബട്ടർ വേണം, ദെൻ മിൽക്ക് മെയ്ഡ്. ഇത്രയും സാധനങ്ങൾ വേണം. ഓക്കെ, നമുക്കിനി ബട്ടർ പൊട്ടിക്കാം. അറിയാം നല്ലോണം ബട്ടർ തൊടുന്ന മണം വന്നിട്ട് നല്ലൊരു മണം വരുന്നത്. നമുക്ക് ബട്ടർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഫുൾ ബട്ടർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ബീറ്റ് ചെയ്തെടുക്കാം. ഈശ്വര, ബീറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ അതാ നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിൽ തുറന്നിട്ടിരിക്കുക. മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. മതി. ഓക്കെ, ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യാം. ശകല ഏലയ്ക്ക് പട്ടയും പൊടിച്ചെടുത്ത് അത് നമുക്ക് വെള്ളത്തിലോട്ടിടാം. 2 സ്പൂൺ കാപ്പിപ്പൊടി, തേയിലപ്പൊടി 2 സ്പൂൺ തേയിലപ്പൊടി. ഓക്കെ, മാത്രമല്ലേ 1 2. ഓക്കെ, ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. 5 മിനിറ്റ് അത് ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നോക്കുന്നുണ്ട്. ഒന്നും കൂടി നല്ല മിക്സ്ചറാക്കി നല്ല സ്മൂത്തായിട്ട് ഒക്കെ എടുക്കാം. നമുക്ക് കുറച്ച് ലേശം ഏലക്കയൊക്കെ പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട കട്ടി ബട്ടറാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ? കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിരുന്നു.
ജ്യൂസ് ആവാനും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനും മധുരം പിടിച്ച് സർവശക്തിയും ഒക്കെ എടുത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി കുറേ എടുക്കും നമുക്കിനി ഓക്കെ. വാവ്, കണ്ടോ നല്ല ലൂസായിട്ടുണ്ട്. കുറച്ചും കൂടെ മിൽക്ക് നമുക്കിനി ഈ ചായയിലോട്ട് കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കാം, അതായത് പഞ്ചസാര. ഉറുമ്പാണ്. 1 2 നമുക്കിനി ഇത് ഉടച്ച് നമുക്കിനി ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ. ഇവിടെ വെള്ളം തിളച്ചാൽ നോക്കാം. ഇതാ വെള്ളം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം 10 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിനെ അടുത്തിന് വെളിയിലോട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇതിന് ഇത് ചായ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കപ്പിലേക്ക്. മിഷൻ കംപ്ലീറ്റഡ്. ഇനി ഈ മിഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബണ്ണിനി നടുക്ക് വെച്ച് കട്ട് ചെയ്യാം. ഈ പ്ലേറ്റിൽ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 4 ഓക്കെ. അപ്പോൾ നമുക്ക് 2 ബണ്ണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണിൽ ഈ മിൽക്ക് മെയ്ഡ് എടുത്ത് നമുക്കിനി സ്പൂണിൽ ഇത് കോരിയിട്ട് നമുക്ക് ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ തേച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമുക്ക് ഇതിനെ തമ്മിൽ യോജിപ്പിക്കാം. നമുക്ക് ഈ സൈഡ് ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. നമുക്കിത് അടുത്ത ബണ്ണിൽ ഇതേപോലെ ചെയ്ത് വെക്കാം. ഓക്കെ, സൈഡ് കവർ നമുക്കിനി സൈഡ് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് കഴിക്കേ.
ഓക്കെ നമ്മളുടെ ബൺ അപ്പോൾ നമുക്കിനി ബൺ മസ്ക ട്രൈ ചെയ്യാം. നിക്ക്. ഇഷ്ടപ്പെട്ടോ? അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? Bye bye. Happy evening everyone.